ചോദ്യം നമ്പർ 123 ഡോക്ടർ KT ജലീൽ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. യെസ്. നാലുവർഷ ബിരുദ പദ്ധതി നടപ്പാക്കുന്നതോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളിൽ ഏകീകൃത അക്കാദമിക് പരീക്ഷാ കലണ്ടർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ എല്ലാ അക്കാദമിക് പ്രവർത്തനങ്ങളും ഏകോപിതമായ രീതിയിൽ നടന്നു വരുന്നുണ്ട്. ടേബിൾ ചെയ്യാം. താങ്ക് യു. ഡോക്ടർ KT ജലീൽ. സർ, പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തതോടുകൂടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ എണ്ണമാണ് സർവകലാശാലകളിൽ കുറഞ്ഞത്. അതിൻ്റെ ഒരു നല്ല റിസൾട്ട് സർവകലാശാലകൾ ഡിഗ്രി തലത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിലുമൊക്കെ പരീക്ഷ നടത്തുന്നതിലും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിലും കാണിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി സർവകലാശാലകൾ ഈ സെമസ്റ്റർ പരീക്ഷകളുടെ നടത്തിപ്പും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും ചിട്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും സർ, നാല് വർഷ കോഴ്സുകൾ നമ്മൾ ഭരണതലത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടത്ര ഒരു ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. സാർ, ഇപ്പോൾ 4 വർഷത്തെ കോഴ്സ്, ഈ 4 വർഷത്തെ കോഴ്സ് 8 പരീക്ഷകളായി, 8 സെമസ്റ്റർ പരീക്ഷകളായി. ഇപ്പോൾ നേരത്തെ 6 പരീക്ഷകളായിരുന്നു. ഇപ്പോൾ ഈ 8 പരീക്ഷകളായപ്പോൾ ഓരോ സെമസ്റ്റർ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് മസ്റ്റായിട്ടും പബ്ലിഷ് ചെയ്യണമെന്നും അതുപോലെ തന്നെ സെമസ്റ്റർ ക്ലാസുകൾ 2ാം സെമസ്റ്റർ പരീക്ഷ കഴിയുന്നതിന് മുൻപ് തന്നെ 1ാം സെമസ്റ്റർ പരീക്ഷ പൂർത്തിയാക്കണം എന്നുമുള്ള ശക്തമായ നിബന്ധന സർവകലാശാലകളിൽ പുലർത്തി പോരുന്നുണ്ടോ സർ? തീർച്ചയായും സർ. കഴിഞ്ഞ 2 വർഷങ്ങളിലും റെക്കോർഡ് വേഗതയിലാണ് നമ്മുടെ സർവകലാശാലകൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. ഒരു യൂണിഫോം അക്കാഡമിക് കലണ്ടർ അംഗീകരിച്ച് പാഠ്യേതര വിഷയങ്ങൾ ഏകോപിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒരു ഏകോപിത പ്ലാറ്റ്ഫോം സർവകലാശാലകളുടെ നേതൃത്വത്തിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. 4 ഇയർ UG പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും സമയബന്ധിതമായിട്ട് പരീക്ഷകൾ നടത്താനും റിസൾട്ട് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന വിവരം ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലയിൽ തന്നെ സമീപനം സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. പരീക്ഷകൾ കൃത്യമായി നടത്താനും വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും എല്ലാ സർവകലാശാലയിലും പ്രത്യേക സംവിധാനങ്ങൾ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഇപ്പോൾ ഈ 4 ഇയർ കോഴ്സ് ആയതോടുകൂടി, ഹോണേഴ്സ് ആയതോടുകൂടി 3 ഇയർ ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷനായി വെച്ചിട്ടുള്ള പല കോഴ്സുകളുണ്ട്. ഇപ്പോൾ PSC പരീക്ഷ എഴുതാൻ ഡിഗ്രി എന്നാണ് അതിൽ ക്വാളിഫിക്കേഷനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുട്ടി ഈ 4 ഇയർ കോഴ്സിൽ ഹോണേഴ്സ് ഡിഗ്രിയിൽ ചേരുകയും 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഓർഡിനറി ഡിഗ്രി വാങ്ങി പുറത്തു വരികയും ചെയ്താൽ ആ കുട്ടികൾക്ക് ഇപ്പോൾ LLB പരീക്ഷയ്ക്ക് LLBക്ക് 3 ഇയർ LLBക്ക് ചേരാൻ സാധിക്കുമോ? അതോടൊപ്പം തന്നെ PSCക്ക് ആ 3 ഇയർ ഡിഗ്രി മതിയാകുമോ? B.Edന് ആ 3 ഇയർ ഡിഗ്രി മതിയാകുമോ? ഈ കാര്യത്തിൽ ഉള്ള ഒരു അവ്യക്തത നീക്കുന്നത് നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത് സർ. മിനിസ്റ്റർ. ഇക്കാര്യത്തിൽ യാതൊരു അവ്യക്തതയുമില്ല സർ. 3 വർഷ ബിരുദം 133 ക്രെഡിറ്റ് ആർജിച്ചാൽ ഡിഗ്രി നേടി വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാവുന്നതാണ്. അതാണ് ഇപ്പോൾ PSCയുടെയും മറ്റ് ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളുടെയും ഒക്കെ അടിസ്ഥാന ക്വാളിഫിക്കേഷനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ 4 വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ 2ാം വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 3 വർഷമാകുമ്പോഴേക്കും, അതല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോഴേക്കും തീർച്ചയായും PSCയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടും. 4ാം വർഷം എന്ന് പറയുന്നത് പ്രധാനമായും റീസർച്ച് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസിനും ഇൻറ്റേൺഷിപ്പിനും, അതായത് കരിക്കുലത്തിൻ്റെ കേന്ദ്രത്തിലുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനത്തോടു കൂടിയാണ് ഈ 4ാമത്തെ വർഷം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ഓണേഴ്സ് ബിരുദം
നമ്മൾ വിഭാവനം ചെയ്യുന്നത്. Yes. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ടോ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. യെസ്, ശ്രീ സി എച്ച് കുഞ്ഞമ്പു. സർ, ഈ പുതിയ തലമുറ വിദ്യാർത്ഥികൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ്. കേരളമാണെങ്കിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുകയും ചെയ്തിട്ടുണ്ട്. PSC പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും ഇപ്പോൾ ഓൺലൈനിലാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡിഗ്രി PG തലത്തിൽ പഴയ രീതി തുടരുന്നത് അവസാനിപ്പിച്ച് ഓൺലൈൻ പരീക്ഷ നടത്തുന്നതിനെ സംബന്ധിച്ച് പരിഗണനയിലുണ്ടോ? യെസ് മിനിസ്റ്റർ. തീർച്ചയായും പരിഗണനയിലുണ്ട്. ജെൻസി എന്ന് വിളിക്കപ്പെടാവുന്ന തലമുറ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് നടുവിൽ പിറന്നു വീഴുന്ന ഡിജിറ്റൽ നേറ്റീവ്സാണ്. ആപ്പുകളും ഡിവൈസസും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓൺലൈൻ പരീക്ഷകളെക്കുറിച്ച് വളരെ സജീവമായിട്ട് തന്നെയാണ് നാം പരിഗണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എൻട്രൻസ് എക്സാം പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ്. PSC പരീക്ഷകളടക്കം ഓൺലൈൻ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികളുടെ ലൈഫ് ലോങ് ലേണിംഗ് സ്കിൽസ് ഉറപ്പുവരുത്തുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നതിനുമൊക്കെ വലിയ രീതിയിൽ സ്പേസുള്ള 4 വർഷ ബിരുദത്തിൽ ഓൺലൈൻ കോഴ്സുകളും ഓൺലൈൻ പരീക്ഷകളും ഒക്കെ പരിഗണിക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സുകൾ അവർക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷാ രീതികൾ നടപ്പാക്കാനുള്ള വ്യവസ്ഥകൾ അതിലുണ്ട്. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന കോഴ്സിന് IELTS, TOEFL പോലുള്ള പരീക്ഷാ രീതികൾക്ക് സമാനമായ ഓൺലൈൻ പരീക്ഷ നടത്താവുന്നതാണ്. സംസ്ഥാനത്തെ സർവകലാശാലകൾ ഇപ്പോൾ തന്നെ ഓൺ സ്ക്രീൻ മൂല്യനിർണ്ണയം പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലുള്ള പരീക്ഷകൾ കൂടി പരിഗണിക്കാവുന്ന നിലയിലുള്ള നിർദ്ദേശങ്ങളാണ് സർവകലാശാലകൾക്ക് നൽകിയിട്ടുള്ളത്. ശ്രീ KP കുഞ്ഞമ്മദ് മാസ്റ്റർ. സർ, പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിൽ ഇപ്പോഴും എഴുത്തു പരീക്ഷ നടക്കുന്നുണ്ട്. അത്തരം പ്രോഗ്രാമുകളിലെ ചില കോഴ്സുകളിലെങ്കിലും പ്രായോഗിക തലത്തിൽ വിദ്യാർത്ഥികൾ ആർജിച്ച കഴിവുകൾ പരിശോധിക്കുന്ന തരത്തിൽ പരീക്ഷ നടത്തുന്നത് പരിഗണിക്കാമോ? യെസ് മിനിസ്റ്റർ. തീർച്ചയായും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രവൃത്യുന്മുഖ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാർത്ഥി കേന്ദ്രിത കാഴ്ചപ്പാടോടുകൂടിയാണ് പുതിയ കരിക്കുലം നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പരീക്ഷകളും ആ നിലയിൽ ഔട്ട്കം ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. നിശ്ചിത ശതമാനം പ്രാക്ടിക്കൽ പരീക്ഷകളും നടത്തി വരുന്നുണ്ട്. പൂർണ്ണമായും പ്രായോഗികതയ്ക്ക് പ്രാധാന്യമുള്ള കോഴ്സുകൾക്ക് ആ രീതിയിൽ തന്നെയാണ് പരീക്ഷ നടത്തുക. അതുപോലെ പ്രൊജക്റ്റ് പോലുള്ള കാര്യങ്ങളും പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും അവരുടെ കാര്യപ്രാപ്തി വികസനത്തിനും ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർമ്മകുശലത വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ അധ്യയന രീതികളും അധ്യാപന രീതികളുമെല്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത്. ശ്രീ K പ്രേംകുമാർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KD പ്രസേനൻ. സർ, ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഇൻറ്റേർണൽ പരീക്ഷയുടെ അനുപാതം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും അകാരണമായ വേട്ടയാടലുകൾക്ക് വിധേയമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് പരിഹരിക്കാൻ ആലോചിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ 4 വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അധ്യാപക എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരുമോ? കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റ് നടത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3 ചോദ്യമാണ്. ഇന്റേണൽ പരീക്ഷകൾ എന്നുള്ളത് ഇന്ന് സാർവത്രികമായിട്ട് ഇന്റേണൽ മാർക്സ് എന്നുള്ളത് സാർവത്രികമായിട്ട് എല്ലാ സർവകലാശാലകളിലും ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഒഴിവാക്കുന്നത് അനുയോജ്യമായ ഒരു കാര്യമല്ല. വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടാകുന്ന പക്ഷം അത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർവകലാശാല റെഗുലേഷനിൽ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറ്റൻഡൻസ്, ഇന്റേണൽ മാർക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ ഫാക്കൽറ്റി അഡ്വൈസർ, കോഴ്സ് ഫാക്കൽറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ ഓഫ് 4 ഇയർ UG പ്രോഗ്രാം തുടങ്ങിയ വ്യക്തികളിലൂടെ, അതുപോലെ ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന പരാതി പരിഹാര സെല്ലുകൾ, ഇവയുടെ സംയുക്ത സംവിധാനം പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അങ്ങനെ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കോളേജ് തലത്തിലും സർവകലാശാലാ തലത്തിലും പരാതി പരിഹാര സംവിധാനങ്ങൾ നിലവിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ, ഇന്റേണൽ മാർക്സിനെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പരാതി പരിഹാര സംവിധാനങ്ങളെ സമീപിക്കാവുന്നതാണ്.
ഈ ഗ്രീവൻസ് റിഡ്രസൽ സെല്ലുകളെ ആക്ടിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് യൂണിവേഴ്സിറ്റി അമെൻമെൻറ്റ് ആക്ട് ഈ സഭയിൽ അവതരിപ്പിച്ചത്. നിർഭാഗ്യവശാൽ അതിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പുവയ്ക്കാത്ത കാരണം ആ കാര്യം നിയമമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും റെഗുലേഷൻസിൻ്റെ ഭാഗമായിട്ട് അത്തരം സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ശ്രീ ടി വി ഇബ്രാഹിം. സർ, മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ മെമ്പർ കെ ടി ജലീൽ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന അവ്യക്തത വളരെ പ്രകടമാണ്. 4 വർഷത്തെ കോഴ്സ് FIUGP നടപ്പിലാക്കിയപ്പോൾ ആ കോഴ്സിന് അതിൻ്റെ മെറിറ്റ് ആയി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ജോബ് അവസരങ്ങൾ, അതുപോലെ തന്നെ മൈനർ മേജർ കോഴ്സുകൾ തമ്മിലുള്ള മാറ്റങ്ങൾ, കോളേജുകൾ മാറ്റങ്ങൾ, ഇതൊന്നും ഫലത്തിൽ വിദ്യാർത്ഥികൾ ഉപകാരപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ പ്രാവശ്യം പോലും 10 റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ആകെ മേജർ കോഴ്സുകൾക്ക് മാറ്റം എന്ന് പറയുന്നത് 114 കുട്ടികൾ മാത്രമാണ് മേജർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ മാറ്റം ഏതു തരത്തിലും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണം ഭവിച്ചിട്ടില്ല. കുറുക്കൻ ആനയെ പിടിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും FIUGP നടപ്പിലാക്കുന്നത്. ഇതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് എന്ത് നടപടിയാണ് സർക്കാർ എടുത്തിട്ടുള്ളത്? ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ പറഞ്ഞ പോലെ 114 കുട്ടികൾക്ക് മേജർ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു നേട്ടമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല. മുൻകാലങ്ങളിലാണെങ്കിൽ അങ്ങനെ മാറാൻ കഴിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടിയാണ് കോഴ്സുകളൊക്കെ നേരത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. അവർ ഹൈസ്കൂൾ എത്തുമ്പോൾ തന്നെ ഏത് ദിശയിൽ സഞ്ചരിക്കണമെന്ന് നല്ല വ്യക്തത അവർ വരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഡിഗ്രി തലത്തിൽ ഇതെല്ലാം നല്ല വിധത്തിൽ മനസ്സിലാക്കി തന്നെയാണ് കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ടും അവർക്ക് ബുദ്ധിമുട്ടുകളുള്ള പക്ഷം മാറാനുള്ള ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും അനുവദിക്കുന്ന രീതിയിലാണ് 4 ഇയർ UG പ്രോഗ്രാം സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. യാതൊരു വ്യക്തതക്കുറവുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തതക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ സമർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ 2 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ആലോചിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല ടീം വർക്കായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ബെസ്റ്റ് പ്രാക്ടീസസ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അവർ മാതൃകകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അംഗത്തോട് എനിക്ക് പറയാനുള്ളത്. ശ്രീ മുഹമ്മദ് മോഹ്സിൻ. ഈ 4 ഇയർ ഡിഗ്രി കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാനത്തെ വർഷം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ റിസർച്ച് ഓറിയൻറ്റേഷൻ വരാനും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ള നിലക്കും വലിയ പ്രയോജനം കിട്ടും. അതിനുവേണ്ടിയാണല്ലോ അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പ് പോർട്ടൽ കെൽട്രോണുമായി ചേർന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ. എൻ്റെ ചോദ്യം, ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് അതൊക്കെ പോകുന്നത്. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളടക്കം സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഈ 4 ഇയർ ഇൻറ്റേൺഷിപ്പ് അവരുടെ ലാസ്റ്റ് വർഷത്തെ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കൂടി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അതിൻ്റെ ഒരു SOP ഉണ്ടാക്കി അതിനുള്ളൊരു സംവിധാനം കൂടി ഒരുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും വളരെ നല്ല നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മെമ്പർ മുന്നോട്ട് വെച്ചത്. കില, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയെല്ലാം നമുക്ക് എംപാനൽ ചെയ്യാൻ കഴിയും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ തന്നെ KTU 1000 പ്രൊജക്റ്റുകളാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ കീറാമുട്ടിയായിരുന്ന മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ ഉൾപ്പെടെ തങ്ങളുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ KTUവിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ക്യാമ്പസിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള സമൂഹത്തിലെ തീക്ഷ്ണമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക സർക്കാരുകളുമായിട്ടുള്ള സഹകരണം തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് വലിയ വഴിയാണ് തുറന്നിടുക. അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്.